അങ്ങോന്ന് എതിരെ ഇത്ര ദേഷ്യപ്പെടണ നന്ദിനി. ഓ മാറപ്പ മുതലാളിയുടെ വീട്ടിൽ പോയിരുന്നല്ലേ? ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല അത് മാറപ്പ മുതലാളിയുടെ മോളാണെന്ന്. എന്താ അങ്ങോന്ന്? അവൾ അവന്റെ മകളല്ല. അപ്പൊ പിന്നെ അവള് ആരാ? അവള് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ അല്ലത്. അങ്ങോന്നിനെ എങ്ങനെ അറിയാ? 16 വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് കാശ് തരോ? ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിട്ട് വരാം. ഇങ്ങോട്ട് നോക്കുമോളെ, ആദ്യം സ്വാമി ദർശനം, പിന്നെയാണ് ഭക്ഷണം കഴിക്കുക. സ്വാമി കുമ്പിട്. അച്ഛനല്ലേ പറഞ്ഞേ കുട്ടികൾ തന്നെയാണ് ദൈവം. നീ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. ദീപാരാധന തുടങ്ങാൻ പോവാണ്. പോയിട്ട് വേഗം വന്നേക്ക്. ചെല്ലേ. നന്ദിനി കുടുംബത്തിന്റെ അവകാശിയാണല്ലേ? എന്താ മോളെ വേണ്ടേ? ആന്റി എനിക്ക് മുറുക്ക് വേണം. നന്ദിനി മോളെ, എന്താ മോള് ഇവിടെ ചെയ്യുന്നേ? മാമ, നിങ്ങള് എന്നെ പോലെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വാങ്ങാൻ വന്നതാണോ? മാമന് എന്താ വേണ്ടേ? എനിക്കോ? എനിക്ക് നന്ദിനി മോളെ തന്നെ വേണ്ടത്. ദാ നോക്ക്, ഇവിടെ കിട്ടുന്ന ആഹാരമൊന്നും നല്ലതല്ലെന്നേ. അതുകൊണ്ട് നമുക്ക് ആ കടയിൽ പോയി ചോക്ലേറ്റ്, പരിപ്പ് വട, പഴംപൊരി എല്ലാം ഞാൻ മോൾക്ക് വാങ്ങിത്തരാം. ശരി മാമ. മാമയ്ക്കൊരു ഉമ്മ തന്നെ. അങ്ങനെ തന്നെ. വാ നമുക്ക് പോകാം. ഇത് വേണ്ട കേട്ടാ. മാമ, നമ്മൾ എവിടേക്ക് ഇത്ര ദൂരത്തേക്ക് പോകുന്നേ? അതോ, ഒരു പക്ഷെ നിനക്ക് വിശപ്പ് വന്ന് പൂജയ്ക്ക് മുന്നേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നെ എല്ലാരും ദേഷ്യപ്പെടുന്നേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വഴിയുണ്ട്, ഞാൻ പറയാം. നന്ദിനി മോള് ആദ്യം ഇവിടെ നിക്ക്. നന്ദിനി മോൾക്ക് മാമൻ എന്താ വാങ്ങി വന്നിരിക്കുന്ന നോക്കിയേ. ചോക്ലേറ്റ്. വേണ്ട വേണ്ട, ഇപ്പൊ തുറക്കല്ലേ. ആരെങ്കിലും കണ്ടാ മോളെ ദേഷ്യപ്പെടും. അതുകൊണ്ട് മോളിങ്ങോട്ട് വന്നേ. ഇതിനകത്ത് ഒളിഞ്ഞിരുന്ന ചോക്ലേറ്റ് കഴിച്ചാൽ മോളെ ആരും കാണില്ല. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാൻ ഇവിടെ തന്നെ നിന്ന് നോക്കാം. ഓക്കേ? നന്ദിനി മോളു, ചോക്ലേറ്റ് നിനക്ക് ഇഷ്ടാണല്ലോ അല്ലേ? മോളപ്പൊ ഒരു കാര്യം ചെയ്യേ, തിരിഞ്ഞു നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി ചോക്ലേറ്റ് കഴിക്കണം. കേട്ടല്ലോ? തിരിയൂ തിരിയൂ തിരിയൂ, തിരിഞ്ഞു നിൽക്കൂ. ശരി മാമ. അങ്ങനെ സ്വത്തിന്റെ അവകാശിയുടെ കഥ തീർന്നു. ഇനി ആ സ്വത്തിന്റെ അവകാശി ഈ നരസിംഹൻ മാത്രമാണ്. മണ്ണ് കോൺട്രാക്ടിന്റെ അടുത്ത് ലോഡ് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാ? എന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ കെട്ടിയെടുത്തിരിക്കുകയാണല്ലോ. അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. എന്നെ കുറിച്ച് അറിയില്ല. ഹലോ ഡാഡി. ഡാ മോനെ, നീ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? കഴിച്ച ഭക്ഷണം ജീർണിപ്പിക്കുന്നു. ജീർണമായതിനു ശേഷം വീണ്ടും കഴിക്കുന്നു. ഈ വാചകത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ ഇപ്പൊ നീ ചെയ്യേണ്ട ജോലി അതല്ല. പെട്ടെന്ന് ഇങ്ങോട്ട് പോര്. ഒരു വേട്ടയ്ക്ക് പോകണം. വേട്ടയ്ക്ക് പോണെന്നോ? ഓക്കെ. ഞാൻ കണ്ടതിൽ വെച്ച് അവൾ ഒരുത്തി മാത്രമാണ് ഭൂലോകദേവത. അവൾ എന്റെ ഭൂലോകദേവത. പതുക്കെ പതുക്കെ പോകൂ. എന്താ ചേട്ടാ ഇവിടെ നിർത്തിയേ? എന്താ ഇങ്ങനെ നോക്കുന്നേ?
ചേട്ടാ. കളർഫുൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ഈ കളർ ഗ്ലാസ് അങ്ങ് വെച്ചോളൂ. അല്ല പിന്നെ അനിയ, കണ്ടില്ലേ എന്റെ മത്സ്യ കന്യകയെ? അവൾ നീന്തുന്ന ആ സൗന്ദര്യം കണ്ടില്ലേ? ഇത്ര ദിവസമായിട്ട് അവളുടെ അഡ്രസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക്. കണ്ടുപിടിക്കാവടാ, കണ്ടുപിടിക്കാം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? യാ, അവള് നിന്റെ ഏട്ടത്തിയമ്മയാടാ. അങ്ങനെ ആകാശത്തോട് നോക്ക്, നോക്കിക്കോണ്ടിരിക്കേ. അവിടെ ഞാനും അവളും ചേർന്ന് ഒരു ഡ്യുവറ്റ് സോങ് പാടുന്നത് പോലെ ഒന്നാ. വാവ് വാവ്, സൂപ്പർ ചേട്ടാ. കൊള്ളാല്ലേ, കൊള്ളാല്ലേ, കൊള്ളാല്ലേ? എന്തൊരു ഡാൻസ് ആയിരുന്നു അറിയോ? കേൾക്കാനുള്ള ആഗ്രഹമുണ്ടല്ലേ? എങ്ങനെയായിരുന്നു പറയടാ. എന്റെ അമ്മോ, സത്യം പറഞ്ഞ അടിക്കുമെന്നാ തോന്നുന്നു. അതിന് തുടങ്ങുമ്പോ തന്നെ ചേട്ടൻ എന്നെ അടിച്ചു ഓടിച്ചില്ലേ? ചേട്ടാ വേണ്ട, വേണ്ട. ചേട്ടാ, അവളുടെ പിന്നാലെ പോയി നമുക്ക് അവളുടെ അഡ്രസ് കണ്ടുപിടിക്കാം. വാ. കാണുന്നില്ലല്ലോ. ഇവളെവിടേക്കാ പോയേ? അവള് പോയത് എന്താടാ അത് ബീറിൽ കിക്കയില്ല? ഇതാരടാ നമ്മുടെ നാട്ടില് ഷെഡ്ഡി പണിനെ കിട്ടുന്നത്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. കമോൺ വില്ലേജ് ബ്യൂട്ടി. ആരടി നീ? റോജാപ്പൂവേ, എന്താടി നിന്റെ പേര്? പാവ ഊമയാണെന്ന് തോന്നുന്നു. നല്ലത് തന്നെടാ. നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ആരുടെ അടുത്തും അത് പറയില്ല. വിടറാ. ഹലോ, എന്റെ കൂടെ വരുന്നോ? നമ്മളുടെ കൂടെ പറ. ശരിടാ ശരിടാ, നമ്മളുടെ കൂടെ. ഏയ് ഇവിടെ നോക്ക്, നീ ഞങ്ങളുടെ കൂടെ വന്നെന്ന് വെച്ചോ, നിനക്ക് എല്ലാ സന്തോഷവും കിട്ടും. എന്താ മനസ്സിലായില്ലേ? വാട്ട് യു സേ ബ്യൂട്ടി? ഈ കളിയിൽ തോറ്റാലും ജയിച്ച മാതിരിയാണ്. സൂപ്പറായിട്ട് പറഞ്ഞടാ. ഗായ്സ്, ഇത് പബ്ലിക് പ്ലേസ്. സോ ഇവിടെ എങ്ങനെ ആളുകൾ വന്ന പ്രശ്നമാവും. സോ ലെറ്റ്സ് ഗോ ദർ. ബാസേ, ആരാണ് ഫസ്റ്റ്? ഞാനല്ല ക്യാപ്റ്റൻ, സോ ഞാനാണ് ഓപ്പണർ. എല്ലാരും വാ. റെഡി ആയിക്കടാ. സ്ത്രീകൾ എപ്പോഴും നെരിപ്പോട് പോലെയാണ്. അതിൽ കൈവച്ച കത്തിപ്പോകും. അത് ഓർമ്മയിരിക്കട്ടെ. ഒന്നുകളെ